Warm greetings to all my viewers in the wonderful and matchless name of our Lord and Savior Jesus Christ. Dear sisters and brothers, യേശുക്രിസ്തു തൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം മൂന്നാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാകുന്ന ആ സംഭവമാണ് നാം ഇന്ന് ഒരുമിച്ച് ചിന്തിക്കുവാൻ പോകുന്നത്. യേശു ഉയർത്തെഴുന്നേറ്റ് പോയി. ഇനി തങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? എവിടെയാണ് പോകേണ്ടത്? എങ്ങനെയാണ് കാലം കഴിക്കേണ്ടത്? ആരെയൊക്കെയാണ് പേടിച്ച് ജീവിക്കേണ്ടത്? ഇതൊക്കെയും ചിന്തിച്ച് വിഷണ്ണരായി അവർ ഇരുന്നു. അതിൽ പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കുവാൻ പോകുന്നു. ഇത് കേട്ട മറ്റു ശിഷ്യന്മാർ പറഞ്ഞു, ഞങ്ങളും പോരുന്നു എന്ന്. അങ്ങനെ അവർ ഒരുമിച്ച് ഗലീല കടലിലേക്ക് പോയി മീൻപിടുത്തം ആരംഭിച്ചു. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും അവർക്കൊന്നും കിട്ടിയില്ല. ഈ സമയമെല്ലാം യേശുതമ്പുരാൻ ആ കടൽക്കരയിൽ നിൽക്കുകയായിരുന്നു. പുലർച്ചെ ആയപ്പോൾ യേശുതമ്പുരാൻ വിളിച്ചു ചോദിച്ചു, കുഞ്ഞുങ്ങളെ, മീൻ വല്ലതും കിട്ടിയോ? അത് യേശുവാണെന്ന് അവർ അറിഞ്ഞില്ല. അവർ പറഞ്ഞു, ഒന്നും കിട്ടിയില്ല. അപ്പോൾ യേശു പറഞ്ഞു, പടകിൻ്റെ വലത്തുവശത്ത് വീശുവീൻ എന്ന്. അവർ അങ്ങനെ ചെയ്തു. പെരുത്ത മീൻകൂട്ടം നിമിത്തം ആ വല വലിച്ചു കയറ്റുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അവർ നന്നേ പാടുപെട്ടു. ഇത് കണ്ടപ്പോൾ യേശുവിനെ സ്നേഹിച്ച ആ ശിഷ്യനായ യോഹന്നാൻ പറഞ്ഞു, അത് കർത്താവാകുന്നു. അത് കർത്താവല്ലാതെ മറ്റാരുമല്ല. കർത്താവെന്ന് കേട്ട ഉടനെ പത്രോസ് താൻ നഗ്നനായിരിക്കയാൽ പെട്ടെന്ന് അങ്കിയെടുത്ത് അരയിൽ ചുറ്റി ആ കടലിൽ ചാടി നീന്തി എല്ലാവർക്കും മുമ്പായി യേശുവിൻ്റെ അടുത്ത് ചെന്നു. മറ്റ് ശിഷ്യന്മാർ ആ വലിയ മീൻകൂട്ടം നിറഞ്ഞ വലയും വലിച്ചുകൊണ്ട് ചെറുപടകളിലായി ആ കരയിലേക്ക് ചെന്നു. അവർ ചെന്നപ്പോൾ കണ്ട കാഴ്ച, തീക്കനൽ, അതിൻ്റെ പുറത്ത് മീൻ വെച്ചിരിക്കുന്നു, അപ്പം ചുട്ട് വെച്ചിരിക്കുന്നു. ചുട്ട അപ്പവും മീനും എല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. യേശു പറഞ്ഞു, കുഞ്ഞുങ്ങളെ, വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവീൻ. ഈ സംഭവം വിവരിച്ചിരിക്കുന്നത് ആ യോഹന്നാൻ അപ്പോസ്തലനാണ്. 21-ാം അധ്യായം. The Gospel according to St. John chapter 21 verses 1 through 14. Afterward, Jesus appeared again to his disciples by the Sea of Galilee. It happened this way. Simon Peter, Thomas, Nathanael, the sons of Zebedee, and 2 other disciples were together. I am going out to fish, Simon Peter told them, and they said, we will go with you. So they went out and got into the boat. But that night they caught nothing. Early in the morning, Jesus stood on the shore, but the disciples did not realize that it was Jesus. He called out to them, friends, haven't you any fish? No, they answered. He said, throw your net on the right side of the boat and you will find some. When they did, they were unable to hold the net in because of the large number of fish. Then the disciple whom Jesus loved said to Peter, it is the Lord. As soon as Simon Peter heard him say, it is the Lord, he wrapped his outer garment around him and jumped into the water. The other disciples followed in the boat, towing the net full of fish, for they were not far from shore,
about 100 yards. When they landed, they saw a fire of burning coals there with fish on it and some bread. Jesus said to them, "Bring some of the fish you have just caught." ഇപ്പോൾ പിടിച്ച മീനിൽ ചിലത് കൊണ്ടുവരുവീൻ എന്ന് യേശു അവരോട് പറഞ്ഞു. Simon Peter climbed aboard and dragged the net ashore. പത്രോസാണ് ഈ മീൻപിടുത്തത്തിൻ്റെ നായകൻ. പത്രോസ് പെട്ടെന്ന് ചാടിക്കയറി ആ വല കരയ്ക്കോട്ട് വലിച്ച് അടുപ്പിച്ചു. It was full of large fish, 153, but even with so many, the net was not torn. Jesus said to them, "Come and have breakfast." 153 വലിയ മീനുകളായിരുന്നു ആ വലയിൽ ഉണ്ടായിരുന്നത്. ആ മീനിൻ്റെ ഭാരം അത്ര കൂടുതലായിട്ട് പോലും ആ വല കീറിയില്ല എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നു. "Come and have breakfast," Jesus said to them. None of the disciples dared ask him, "Who are you?" They knew it was the Lord. എങ്ങനെ ചോദിക്കും? യേശുവിൻ്റെ അത്ഭുതങ്ങളെല്ലാം കണ്ട് ജീവിച്ച മനുഷ്യരാണ് ഈ ശിഷ്യന്മാർ. യേശു ഉയർത്തെഴുന്നേറ്റ ശേഷവും ഈ അത്ഭുതങ്ങൾ എന്തിനു ചോദിക്കണം നീ ആരാകുന്നു എന്ന്? They knew it was the Lord. Jesus came, took the bread and gave it to them, and did the same with the fish. This was now the third time Jesus appeared to his disciples after he was raised from the dead. പ്രിയ സഹോദരങ്ങളെ, യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞിരുന്നു, നിങ്ങളെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ഈ മനുഷ്യർ മുക്കുവന്മാരായിരുന്നു. ഗലീലാക്കടലിൽ മീൻ പിടിച്ച് ജീവിക്കുന്നവരായിരുന്നു. യേശു അവരെ വിളിക്കുമ്പോൾ എന്തിനാണ് അവരെ വിളിക്കുന്നത് എന്ന് യേശു അവരോട് പറഞ്ഞു. ദൈവരാജ്യത്തിലേക്ക് ഈ മനുഷ്യരെ കൂട്ടിച്ചേർക്കുവാൻ, അങ്ങനെ മനുഷ്യരെ അവിടേക്ക് ആനയിക്കുന്നവരാക്കുവാൻ ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ് യേശു അവരോട് പറഞ്ഞിരുന്നത്. ആ ഗലീലാക്കടലിൽ പല തരത്തിലുള്ള മീനുകൾ ഉണ്ടായിരുന്നിരിക്കണം. 153 എന്നിവിടെ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് ഈ ലോകത്തിലെ പല ദേശങ്ങളിൽ നിന്നും പല ജാതികളിൽ നിന്നും ഭാഷകളിൽ നിന്നുമുള്ള ആൾക്കാർ ഈ വലയിലേക്ക്, ദൈവരാജ്യമാകുന്ന ഈ വലയിലേക്ക് കയറണം. അതിന് നിങ്ങൾ പോകണം, നിങ്ങൾ പരിശ്രമിക്കണം. പകലന്തിയോളം രാവിളക്കോളം നിങ്ങൾ പരിശ്രമിക്കണം. ആളുകളെ നിത്യനാശത്തിൽ നിന്ന് നിങ്ങൾ ആ രക്ഷയിലേക്ക് ആനയിക്കണം. അങ്ങനെയെല്ലാം ഒരു പാഠം അവർക്ക് കൊടുക്കുവാൻ തക്കവണ്ണം ഈ വലിയ മീൻപിടുത്തം, മിറക്കുലസ് ഫിഷിംഗ് അവരെ സഹായിച്ചു. അവർ ചിന്തിച്ച് കാണണം, ഇതിൻ്റെ എല്ലാം അർത്ഥം എന്താണ്? യേശു അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ? ഞാൻ ഉയർത്തെഴുന്നേറ്റു, ഇനി നിങ്ങളുടെ ഊഴമാണ്. ഞാൻ മനുഷ്യജാതിക്ക് വേണ്ടി ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു. എന്താണോ ഞാൻ ചെയ്തത്, ഞാൻ എന്തിനാണോ സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് വന്നത്, അത് നിങ്ങൾ മറ്റുള്ളവരോട് പറയുക, ലോകജനതയോട് പറയുക. അവരെ ഈ സത്യവെളിച്ചത്തിലേക്ക് ആനയിക്കുക, നിത്യജീവങ്കിലേക്ക് ആനയിക്കുക. അതാണ് ഇനി നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളെ ഞാനിതാ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും അയക്കുവാൻ പോകുകയാണ്. ഇതെല്ലാം അവർ പിന്നീട് ഓർത്തു. പ്രിയ സഹോദരങ്ങളെ, ഈ സംഭവമെല്ലാം നാം തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ യേശു എന്തിനാണ് ആ കടൽക്കരയിൽ വന്നത്, എന്താണ് ആ മിറക്കുലസ് ഫിഷിങ്ങിലൂടെ
അത്ഭുതകരമായ ആ മീൻപിടുത്തത്തിലൂടെ അവിടെ സംഭവിച്ചത് എന്തു പാഠമാണ് അത് അന്ന് ശിഷ്യന്മാർക്കും ഇന്ന് നാം ഇത് പഠിക്കുന്ന നമുക്കും യേശു തമ്പുരാൻ നൽകിത്തരുന്നത് ഇന്ന് നമുക്ക് ഗ്രഹിക്കാവുന്നതാണ്. യേശുവിൻ്റെ ശിഷ്യന്മാരായിരിക്കുന്ന നമുക്ക് യാതൊന്നും ഭയപ്പെടുവാനില്ല. ഇന്ന് ശാരീരികമായി യേശു നമ്മോടൊപ്പം ഈ ഭൂമിയിലില്ല എങ്കിലും ഒരു ഇടയനെ പോലെ അവൻ നമ്മെ നടത്തുന്നവനാണ്, പരിപാലിക്കുന്നവനാണ്. രാത്രിയെന്നില്ല പകലെന്നില്ല ഓരോ നിമിഷവും അവൻ നമ്മെ പരിപാലിക്കുന്നു. അവൻ്റെ ദൃഷ്ടി നമ്മുടെ മേലിരിക്കുന്നു. ഒരു ഇടയൻ എങ്ങനെയാണോ തൻ്റെ ആടുകളെ കാത്തു സൂക്ഷിക്കുന്നത്, വഴി നടത്തുന്നത്, അതുപോലെയാണ് യേശു നമ്മെ പരിപാലിക്കുന്നത്. നമുക്ക് തുടർന്ന് പഠിക്കാം 23-ാം സങ്കീർത്തനം. ഈ സങ്കീർത്തനത്തിൻ്റെ പേര് തന്നെ ഇടയ സങ്കീർത്തനം എന്നാണ്. ഷെപ്പേർഡ് സാം. ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്, ഐ ഷാൽ ലാക്ക് നത്തിങ്. നമ്മുടെ കർത്താവ് നമ്മുടെ ഇടയനാകൊണ്ട് നമുക്ക് ഒന്നിനും മുട്ടുവരികയില്ല. He makes me lie down in green pastures. പച്ചയായ പുൽപ്പുറങ്ങളിലാണ് അവൻ നമ്മെ കിടത്തുന്നത്. He leads me beside quiet waters. സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ അരികത്തേക്ക് അവൻ നമ്മെ നയിക്കുന്നു. He restores my soul. നമ്മുടെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. He guides me in paths of righteousness for his name's sake. യേശു ക്രിസ്തുവിൻ്റെ ആ നീതി അവൻ നമുക്ക് നൽകിയിരിക്കുകയാണ്. ഫോർ ഹിസ് നെയിംസ് സേക്ക് ഹി ഗൈഡ്സ് മീ ഇൻ പാത്സ് ഓഫ് റൈച്ചസ്നെസ്. ഇത് നമ്മുടെ നീതിയല്ല, ദൈവത്തിൻ്റെ നീതിയാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ നീതി നൽകും. ഒരു ആടിനെ പോലെ തൻ്റെ ആടായ നമുക്ക് അവൻ്റെ മടിയിൽ ഇരിക്കുവാൻ തക്കവണ്ണം, അവൻ്റെ സന്നിധിയിൽ പ്രാഗൽഭ്യത്തോടെ നിൽക്കുവാൻ തക്കവണ്ണമുള്ള ആ അവസ്ഥയാണ് ദൈവം നമുക്ക് യേശു ക്രിസ്തുവിലൂടെ നൽകിയിരിക്കുന്നത്. He guides me in paths of righteousness for his name's sake. Even though I walk through the valley of the shadow of death, I will fear no evil, for you are with me. കൂരിരുൾ നിറഞ്ഞ താഴ്വരയിലൂടെ നാം നടന്നു പോയെന്നാലും ഒരനർത്ഥവും നമുക്ക് പേടിപ്പാനില്ല. കാരണം ആ ദൈവം നമ്മോടൊപ്പം ഉണ്ട്. യുവർ റോഡ് ആൻഡ് യുവർ സ്റ്റാഫ് ദേ കംഫർട്ട് മീ. ആരുടേനായ ദൈവത്തിൻ്റെ വടിയും കോലും നമ്മെ ആശ്വസിപ്പിക്കുന്നു. യു പ്രിപ്പയർ എ ടേബിൾ ബിഫോർ മീ ഇൻ ദ പ്രസൻസ് ഓഫ് മൈ എനിമീസ്. നമ്മുടെ ശത്രുക്കളുടെ മുമ്പാകെ നമുക്ക് അവൻ വിരുന്നൊരുക്കും. ലജ്ജിക്കുവാൻ നമുക്ക് ഇടവരികയില്ല. ഏവരുടെയും മുമ്പിൽ അവൻ നമ്മെ ഉയർത്തും. യു അനോയിൻറ്റ് മൈ ഹെഡ് വിത്ത് ഓയിൽ, മൈ കപ്പ് ഓവർഫ്ലോസ്. നമുക്കവൻ സമൃദ്ധിയാണ് നൽകുന്നത്, ഓവർഫ്ലോയിങ് ബ്ലെസ്സിങ്സ്. നമുക്ക് ദാഹം തീരാത്തതുപോലെയല്ല അവൻ കുടിക്കുവാൻ തരുന്നത്, ധാരാളമാണ് തരുന്നത്. ഭക്ഷിച്ചും പാനം ചെയ്തും അധികം വരും. അതുപോലെയാണ്, ആ സമൃദ്ധിയാണ് അവൻ നമുക്ക് നൽകുന്നത്. ദൈവത്തോട് നാം അവൻ്റെ ആടായി ചേർന്ന് നിന്നാൽ നമുക്ക് നൽകുന്നത്, നമുക്ക് ലഭിക്കുന്നത് കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹമാണ്. യു അനോയിൻറ്റ് മൈ ഹെഡ് വിത്ത് ഓയിൽ, മൈ കപ്പ് ഓവർഫ്ലോസ്. ഷുവർലി ഗുഡ്നസ് ആൻഡ് ലവ് വിൽ ഫോളോ മീ. നന്മയും കരുണയും എന്നെ പിന്തുടരും. ഓൾ ദി ഡേയ്സ് ഓഫ് മൈ ലൈഫ്. നമ്മുടെ ആയുഷ്കാലം മുഴുവൻ നമ്മെ പിന്തുടരും. നരയ്ക്കുവോളം അവൻ നമ്മെ ചുമക്കും. അതാണ് നമ്മുടെ ദൈവം. വഴിയിൽ ഇട്ടിട്ട് പോകുന്നവനല്ല.
and I will dwell in the house of the Lord forever. അങ്ങനെ നാം ആയിരുന്നാൽ ആ കർത്താവിൻ്റെ സന്നിധിയിൽ നിത്യം വസിക്കുവാനുള്ള ആ ഭാഗ്യമാണ്, ആ ഭാഗ്യാവസ്ഥയാണ് നാം പ്രാപിക്കുന്നത്. നമുക്ക് തുടർന്ന് എങ്ങനെയാണ് ഏലിയാവിനെ ദൈവം പോറ്റിയത് ആ മരുഭൂമിയിൽ എന്ന് പഠിക്കാം പഴയ നിയമത്തിൽ നിന്നും. ആഹാബ് എന്ന രാജാവ് ഇസ്രായേൽ ഭരിച്ചിരുന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ദൈവത്തിൻ്റെ പ്രവാചകനായിരുന്നു ഏലിയാവ്. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ രാജാവിനും ജനത്തിന് നൽകുവാൻ ദൈവം നിയോഗിച്ച പ്രവാചകൻ. ഈ ആഹാബ് രാജാവ് സത്യദൈവത്തെ ദ്വേഷിക്കുന്നവനായിരുന്നു. മാത്രവുമല്ല ആ രാജ്യത്തെ ജനങ്ങളെയെല്ലാം അന്യദൈവ ആരാധനയിലേക്ക് നയിക്കുന്നവനായിരുന്നു. പ്രത്യേകിച്ചും ബാൽ ദേവനെ ആരാധിക്കുന്നവരിൽ. ബാലിൻ്റെ വിഗ്രഹങ്ങളെല്ലാം ഉണ്ടാക്കി ദേശത്ത് ജനങ്ങൾ ആരാധിച്ചിരുന്നു. ഇവിടെ ഏലിയാവ് ഒരു കാര്യം ചെയ്യുന്നു. ബാലിൻ്റെ പ്രവാചകന്മാരെയെല്ലാം ഏലിയാവ് വിളിച്ചു വരുത്തി പറയുന്നു, നമുക്ക് നോക്കാം ആരാണ് സത്യദൈവമെന്ന്. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയാണോ അതോ ബാൽ ആണോ? നമുക്ക് ബലിയർപ്പിക്കാം. ആരുടെ ബലിയാണോ സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി ദഹിപ്പിച്ചു കളയുന്നത്, ആ ദൈവമാണ് സത്യദൈവം. ഒടുവിൽ ബാലിൻ്റെ പ്രവാചകന്മാർ ബലിയർപ്പിക്കുന്നു. അവർ കാളയർത്ത് ബലിപീഠത്തിൽ വെച്ചു. പ്രഭാതം മുതൽ പ്രദോഷം വരെ അവർ ബാൽ ദേവനോട് നിലവിളിക്കുകയാണ്. ബാൽ ദേവൻ ഉത്തരമരുളുന്നില്ല. അവർ ശരീരമെല്ലാം കുത്തിക്കീറി രക്തമൊഴുക്കുകയാണ്. ബാലിനോട് നിലവിളിക്കുന്നു, തീ കൊണ്ട് ഉത്തരമരുളുവാൻ. ഒന്നും നടന്നില്ല. അതേസമയം ഏലിയാവ് ബലിവസ്തു വെച്ചിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി ക്ഷണത്തിൽ ആ യാഗവസ്തു ദഹിപ്പിച്ചു കളഞ്ഞു. അപ്പോൾ അവിടെ മനസ്സിലായി ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ് സത്യദൈവമെന്ന്. ഇതറിഞ്ഞ ആഹാബിൻ്റെ ഭാര്യയായ ഇസബേൽ രാജ്ഞി ഈ ഏലിയാവിനെ പകവരുത്തുവാൻ നോക്കുന്നു. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം. 1 Kings chapter 19 verses 1 to 8. 1 രാജാക്കന്മാർ 19-ാം അധ്യായം. ഏലിയാവ് ചെയ്തതൊക്കെയും അവൻ സകല പ്രവാചകന്മാരെയും വാൾകൊണ്ട് കൊന്ന വിവരമൊക്കെയും ആഹാബ് രാജാവ് തൻ്റെ ഭാര്യയായ ഇസബേലിനോട് പറഞ്ഞു. ഈ ഏലിയാവ് ബലിക്ക് ശേഷം ആ ബാലിൻ്റെ പ്രവാചകന്മാരെയെല്ലാം കൊന്നിരുന്നു. അക്കാര്യമെല്ലാം ഈ ആഹാബ് രാജാവ് ഇസബേലിനോട് പറഞ്ഞു. ഇസബേൽ ഏലിയാവിൻ്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ചു. നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരുത്തൻ്റെ ജീവനെ പോലെ ആക്കുന്നില്ല എങ്കിൽ എൻ്റെ ദേവന്മാർ എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യുമാറാകട്ടെ എന്ന് പറയിച്ചു. ഈ ഇസബേൽ അവളുടെ ദേവനെ ചൊല്ലിയാണ് ഈ സംസാരിക്കുന്നത്. നാളെ ഈ സമയം ഏലിയാവിൻ്റെ തല കാണുകയില്ല. അഥവാ അങ്ങനെ സംഭവിച്ചില്ല എങ്കിൽ അവൾ ആരാധിക്കുന്ന ബാൽദേവനും കൂട്ടരും അവളോട് തക്കവണ്ണം അതിലധികവും ചെയ്യട്ടെ എന്നാണ് പറയുന്നത്. ഇതറിഞ്ഞ ഏലിയാവ് ഭയപ്പെട്ട് എഴുന്നേറ്റ് ജീവരക്ഷയ്ക്കായി പുറപ്പെട്ടു. യഹൂദയ്ക്ക് ഉൾപ്പെട്ട ബേർഷേബയിൽ ചെന്ന് അവിടെ തൻ്റെ ബാല്യക്കാരനെ താമസിപ്പിച്ചു. ഈ ബേർഷേബ മരുഭൂമിയാണ്. ജുഡിയൻ ഡെസേർട്ടിലുള്ള ഈ മരുഭൂമിയിലേക്ക് ഏലിയാവ് ഓടിപ്പോയി. ബേർഷേബ എന്ന സ്ഥലത്ത് തൻ്റെ ബാല്യക്കാരനെ താമസിപ്പിച്ചു. താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്ന് മരിപ്പാൻ ഇച്ഛിച്ചു.
ആ മരുഭൂമിയിലെങ്ങും തണലില്ല. ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്ന് ഈ ഏലിയാവ് മരിപ്പാൻ ഇച്ഛിച്ചു. ആ മരുഭൂമിയിൽ കൂടെ അവൻ നടക്കുകയായിരുന്നു. നടന്ന് ഈ ചൂരച്ചെടിയുടെ തണലിൽ വന്നിരുന്നു. മരിപ്പാൻ ഇച്ഛിച്ചു. ഇപ്പോൾ മതി യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഏലിയാവ് ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു ദൂതൻ അവനെ തട്ടി അവനോട് എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. അവൻ ഉണർന്നു നോക്കിയപ്പോൾ കനലിന്മേൽ ചുട്ട ഒരു അടയും ഒരു തുരുത്തി വെള്ളവും തലയ്ക്കൽ ഇരിക്കുന്നത് കണ്ടു. അവൻ തിന്നു കുടിച്ച് പിന്നെയും കിടന്നുറങ്ങി. യഹോവയുടെ ദൂതൻ രണ്ടാം പ്രാവശ്യം വന്ന് അവനെ തട്ടി എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് തിന്നു കുടിച്ചു. ആ ആഹാരത്തിൻ്റെ ബലം കൊണ്ട് 40 പകലും 40 രാവും ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബോളം നടന്നു. ഇവിടെ ദൈവത്തിൻ്റെ ആ പ്രൊവിഷനാണ് നാം കാണുന്നത്. ദൈവം തൻ്റെ ദൂതനെ അയച്ചു. കാരണം തൻ്റെ ദാസനായ ഏലിയാവിത മരുഭൂമിയിൽ കൂടെ നടന്ന് വെയിലത്ത് ക്ഷീണിച്ച് അവശനായി വിശന്ന് ദാഹിച്ചുമില്ല ചൂരച്ചെടിയുടെ തണലിൽ ഇരിക്കുന്നു. അവൻ നിരാശനായി മരിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ഒടുവിൽ ദൈവം ദൂതനെ അയച്ച് അവന് ഭക്ഷിക്കുവാൻ ആഹാരം കൊടുക്കുന്നു. എഴുന്നേറ്റ് തിന്നുക, ബലപ്പെടുക, നിനക്ക് ഇനി യാത്ര ചെയ്യുവാനുണ്ട്. ഏലിയാവ് എഴുന്നേറ്റ് ആ ഭക്ഷണം കഴിച്ചു. പിന്നീട് നടന്നത് ഈ ഏലിയാവ് 40 ദിവസവും 40 രാവും ആ മരുഭൂമിയിൽ കൂടെ നടന്ന് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബോളം ചെന്നു. ഈ ആഹാരത്തിൻ്റെ ബലം കൊണ്ടാണ്, ദൈവം കൊടുത്ത ഈ ആഹാരത്തിൻ്റെ ബലം കൊണ്ടാണ് ആ ഏലിയാവ് സഞ്ചരിച്ചത്. ഇവിടെ ഇന്നത്തെ നമ്മുടെ പഠന വിഷയം അതാണ്. എഴുന്നേറ്റ് ഭക്ഷിക്കുക. ദൈവത്തിൻ്റെ വിളിയാണത്. ഇൻവിറ്റേഷൻ ഓഫ് ഗോഡ്. കം ആൻഡ് ഡൈൻ. ഇൻവിറ്റേഷൻ ബൈ ദ റിസൺ ലോർഡ്. നമ്മുടെ പ്രയാസത്തിൻ്റെ ആ കാലഘട്ടത്തിൽ നാം വിശന്നിരിക്കുമ്പോൾ, ദാഹിച്ചിരിക്കുമ്പോൾ ദൈവം നമുക്ക് ഭക്ഷണം നൽകും. അന്നും നൽകി, ഇന്നും നൽകിക്കൊണ്ടിരിക്കുന്നു, ഇനി നൽകുകയും ചെയ്യും. അതാണ് നമ്മുടെ ദൈവം. ആ സത്യദൈവം തന്നിൽ ആശ്രയിക്കുന്നവർക്ക് നൽകുന്നതാണിത്. എപ്പോഴും അവൻ്റെ വിളിയാണ് കം ആൻഡ് ഡൈൻ. ഇൻവിറ്റേഷൻ ഓഫ് ഗോഡ്. തന്നിലേക്ക് കടന്നു വരുവാൻ, സമൃദ്ധി അനുഭവിക്കുവാൻ ഈ ദൈവം നമ്മെ ക്ഷണിക്കുകയാണ്. കം ആൻഡ് ഡൈൻ. Invitation by the risen Lord. Jesus has the table spread where the saints of God are fed. He invites his chosen people, come and dine. With his manna he doth feed and supplies our every need. Or is we to sup with Jesus all the time. Come and dine, the Master calleth, come and dine. You may feast at Jesus' table all the time. He who fed the multitude turned the water into wine. To the hungry calleth, now come and dine. The disciples came to learn, thus obeying Christ's command. For the Master called unto them, come and dine. There they found their hearts' desire, bread and fish upon the fire. Thus he satisfies the hungry every time. Come and dine, the Master calleth, come and dine. You may feast at Jesus' table all the time. He who fed the multitude turned the water into
Soon the Lamb will take his bride to be ever at his side. All the hosts of heaven will assemble be. Oh, it will be a glorious sight, all the saints in glorious white, and with Jesus they will feast eternally. Come and dine, the Master calleth, come and dine. You may feast at Jesus' table all the time. He who